എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം. മൻ കി ബാത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. രാജ്യമെമ്പാടും ഈ സമയം ഉത്സവങ്ങളുടെ ആവേശത്തിലാണ്. നമ്മളെല്ലാവരും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ദീപാവലി ആഘോഷിച്ചു. ഇപ്പോൾ ധാരാളം ആളുകൾ ഛഠ് പൂജയുടെ തിരക്കുകളിലാണ്. വീടുകളിൽ ടേക്കുവ തയ്യാറാക്കുന്നു. പലയിടത്തും ഘാട്ടുകൾ അണിഞ്ഞൊരുങ്ങുന്നു. വിപണികളെല്ലാം സജീവമാണ്. എല്ലായിടത്തും ഭക്തിയുടെയും ഒത്തൊരുമയുടെയും പാരമ്പര്യത്തിൻ്റെയും സംഗമം ദൃശ്യമാണ്. ഛഠ്വ്രതം അനുഷ്ഠിക്കുന്ന സ്ത്രീകൾ ഈ ഉത്സവത്തിനായി നടത്തുന്ന തയ്യാറെടുപ്പുകളിലെ സമർപ്പണവും നിഷ്ഠയും അതുതന്നെ വളരെ പ്രചോദനാത്മകമാണ്. സുഹൃത്തുക്കളെ, ഛഠ് മഹോത്സവം സംസ്കാരവും പ്രകൃതിയും സമൂഹവും തമ്മിലുള്ള ആഴത്തിലുള്ള ഐക്യത്തിൻ്റെ പ്രതിഫലനമാണ്. ഛഠിൻ്റെ ഘാട്ടുകളിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു. ഈ ദൃശ്യം ഭാരതത്തിൻ്റെ സാമൂഹിക ഐക്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലുമാകട്ടെ അവസരം ലഭിക്കുകയാണെങ്കിൽ ഛഠ് ഉത്സവത്തിൽ തീർച്ചയായും പങ്കെടുക്കണം. ഒരു അനന്യമായ അനുഭൂതി സ്വയം അനുഭവിച്ചറിയൂ. ഞാൻ ഛഠിമായയെ നമിക്കുന്നു. എല്ലാ രാജ്യവാസികൾക്കും, വിശേഷിച്ച് ബീഹാർ, ജാർഖണ്ഡ്, പൂർവാഞ്ചൽ എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കും ഛഠ് മഹോത്സവത്തിൻ്റെ ആശംസകൾ നേരുന്നു. സുഹൃത്തുക്കളെ, ഈ ഉത്സവ വേളയിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കുമായി ഒരു കത്തെഴുതി എൻ്റെ വികാരങ്ങൾ പങ്കുവച്ചിരുന്നു. ഇത്തവണത്തെ ഉത്സവങ്ങളുടെ ശോഭ മുൻപത്തേക്കാൾ വർദ്ധിപ്പിച്ച നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധങ്ങളായ നേട്ടങ്ങളെക്കുറിച്ചാണ് ഞാൻ ആ കത്തിൽ പറഞ്ഞിരുന്നത്. രാജ്യത്തെ നിരവധി പൗരന്മാർ എൻ്റെ കത്തിനുള്ള മറുപടിയായി എനിക്ക് അവരുടെ സന്ദേശങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. തീർച്ചയായും ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഭാരതീയനെയും അഭിമാനം കൊള്ളിച്ചിരിക്കുന്നു. ഒരു കാലത്ത് മാവോയിസ്റ്റ് ഭീകരതയുടെ അന്ധകാരം നിറഞ്ഞിരുന്ന പ്രദേശങ്ങളിൽ പോലും ഇത്തവണ സന്തോഷത്തിൻ്റെ ദീപങ്ങൾ തെളിയിക്കപ്പെട്ടു. തങ്ങളുടെ കുട്ടികളുടെ ഭാവി അപകടത്തിലാക്കിയ ആ മാവോയിസ്റ്റ് ഭീകരതയെ വേരോടെ പിഴുതെറിയാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. GST ബച്ചത്ത് ഉത്സവത്തെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ വലിയ ആവേശമുണ്ട്. ഇത്തവണത്തെ ഉത്സവങ്ങളിൽ സന്തോഷകരമായ മറ്റൊരു കാര്യം കൂടി കാണാൻ കഴിഞ്ഞു. വിപണികളിൽ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ജനങ്ങൾ എനിക്കയച്ച സന്ദേശങ്ങളിൽ ഇത്തവണ ഏതൊക്കെ സ്വദേശി ഉൽപ്പന്നങ്ങളാണ് വാങ്ങിയതെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എൻ്റെ കത്തിൽ ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കണമെന്നും ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. അതിനോടും ജനങ്ങൾ വളരെ നല്ല രീതിയിലാണ് പ്രതികരിച്ചത്. സുഹൃത്തുക്കളെ, ശുചിത്വത്തെയും ശുചീകരണ ശ്രമങ്ങളെയും കുറിച്ചും എനിക്ക് ധാരാളം സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ നിന്നുള്ള വളരെ പ്രചോദനാത്മകമായ ചില കഥകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഛത്തീസ്ഗഡിലെ അംബികാപൂരിൽ നഗരത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നതിനായി ഒരു നൂതന സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. അംബികാപൂരിൽ ഗാർബേജ് കഫേകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം അത്തരം കഫേകളാണ്. അവിടെ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുചെന്നാൽ വയറു നിറയെ ഭക്ഷണം നൽകുന്നു. ഒരാൾ 1 കിലോ പ്ലാസ്റ്റിക് കൊണ്ടുപോയാൽ അയാൾക്ക് ഉച്ചഭക്ഷണമോ അത്താഴമോ ലഭിക്കും. ഇനി 1/2 കിലോ പ്ലാസ്റ്റിക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ പ്രഭാത ഭക്ഷണം ലഭിക്കും. ഈ കഫേ നടത്തുന്നത് അംബികാപൂർ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. സുഹൃത്തുക്കളെ, സമാനമായ ഒരു അത്ഭുതം ബംഗളൂരുവിൽ എഞ്ചിനീയർ കപിൽ ശർമ്മ ചെയ്തിട്ടുണ്ട്.
ബംഗളൂരു തടാകങ്ങളുടെ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. കപിൽ ഇവിടുത്തെ തടാകങ്ങൾക്ക് പുതുജീവൻ നൽകാനുള്ള ഒരു യജ്ഞം ആരംഭിച്ചിരിക്കുകയാണ്. കപിൽജിയുടെ സംഘം ബംഗളൂരുവിലും സമീപ പ്രദേശങ്ങളിലുമായി 40 കിണറുകൾക്കും 6 തടാകങ്ങൾക്കും പുനർജീവൻ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അദ്ദേഹം തൻ്റെ ദൗത്യത്തിൽ കോർപ്പറേറ്റുകളെയും തദ്ദേശവാസികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. അദ്ദേഹത്തിൻ്റെ സംഘടന മരം നടുന്ന യജ്ഞത്തിലും പങ്കാളിയാണ്. സുഹൃത്തുക്കളെ, അംബികാപൂരും ബംഗളൂരുവും പോലുള്ള പ്രചോദനാത്മകമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ ഉറച്ച തീരുമാനമെടുത്താൽ മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ്. സുഹൃത്തുക്കളെ, മാറ്റത്തിനായുള്ള മറ്റൊരു ഉദ്യമത്തിൻ്റെ ഉദാഹരണം കൂടി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. മലകളിലും സമതലങ്ങളിലും വനങ്ങളുള്ളതുപോലെ ഈ വനങ്ങൾ മണ്ണിനെ ഒരുമിപ്പിച്ചു നിർത്തുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെയാണ് കടൽ തീരത്ത് കണ്ടൽക്കാടുകൾക്കുള്ള പ്രാധാന്യം. കണ്ടൽക്കാടുകൾ കടലിലെ ഉപ്പുവെള്ളത്തിലും ചതുപ്പു നിലങ്ങളിലുമാണ് വളരുന്നത്. അവ സമുദ്രത്തിലെ ഇക്കോസിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. സുനാമി അല്ലെങ്കിൽ സൈക്ലോൺ പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കണ്ടൽക്കാടുകൾ വളരെ സഹായകമാകാറുണ്ട്. സുഹൃത്തുക്കളെ, ഗുജറാത്തിലെ വനം വകുപ്പ് കണ്ടൽക്കാടുകളുടെ ഈ പ്രാധാന്യം മനസ്സിലാക്കി ഒരു പ്രത്യേക ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. 5 വർഷം മുൻപ് വനം വകുപ്പിൻ്റെ സംഘങ്ങൾ അഹമ്മദാബാദിനടുത്തുള്ള ധൊലേരയിൽ കണ്ടൽക്കാടുകൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ഇന്നാകട്ടെ ധലേര തീരത്ത് 3500 ഹെക്ടറിൽ കണ്ടൽക്കാടുകൾ വ്യാപിച്ചിരിക്കുന്നു. ഈ കണ്ടൽക്കാടുകളുടെ സ്വാധീനം ഇന്ന് ആ പ്രദേശം മുഴുവൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ ഇക്കോസിസ്റ്റത്തിൽ ഡോൾഫിനുകളുടെ എണ്ണം വർദ്ധിച്ചു. ഞണ്ടുകളും മറ്റ് ജലജീവികളും മുൻപത്തേക്കാൾ കൂടുതലായിട്ടുണ്ട്. ഇതുമാത്രമല്ല, ഇപ്പോൾ ഇവിടെ ധാരാളം ദേശാടന പക്ഷികളും വരുന്നുണ്ട്. ഇതുകൊണ്ട് അവിടുത്തെ പരിസ്ഥിതിക്ക് ഗുണകരമായ മാറ്റം ഉണ്ടായി എന്നു മാത്രമല്ല, ധോളേരയിലെ മത്സ്യകർഷകർക്കും പ്രയോജനം ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ധോളേരയെ കൂടാതെ ഗുജറാത്തിലെ കച്ചിലും ഇപ്പോൾ മാംഗ്രോവ് പ്ലാന്റേഷൻ വളരെ ഊർജിതമായി നടക്കുന്നുണ്ട്. അവിടെ കോരി ക്രീക്കിൽ ഒരു മാംഗ്രോവ് ലേണിംഗ് സെൻ്ററും സ്ഥാപിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, മരങ്ങളുടെയും ചെടികളുടെയും പ്രത്യേകത ഇതുതന്നെയാണ്. സ്ഥലം ഏതുമാകട്ടെ, അവ എല്ലാ ജീവജാലങ്ങളുടെയും നന്മയ്ക്കായി പ്രയോജനപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇപ്രകാരം പറയുന്നത്: ധന്യ മഹിരുഹ യഭ്യോ നിരാശാം യാന്തി നാർത്ഥിനഃ. അതായത്, ആരെയും നിരാശപ്പെടുത്താത്ത വൃക്ഷങ്ങളും സസ്യലതാദികളും അനുഗ്രഹീതമാണ്. നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് തീർച്ചയായും മരങ്ങൾ നടണം. ഒരു മരം അമ്മയുടെ പേരിൽ എന്ന ഈ ദൗത്യം നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, മൻ കി ബാത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ എനിക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്ന കാര്യം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, മൻ കി ബാത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനും നൂതനമായ കാര്യങ്ങൾ ചെയ്യാനും ആളുകൾക്ക് പ്രചോദനം നൽകുന്നു. ഇതിലൂടെ നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും പല വശങ്ങൾ മുന്നോട്ട് വരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാകും, ഏകദേശം 5 വർഷം മുൻപ് ഈ പരിപാടിയിൽ ഞാൻ ഭാരതീയ ഇനത്തിൽപ്പെട്ട ശ്വാനൻ, അതായത് നായ്ക്കളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഭാരതീയ ഇനത്തിൽപ്പെട്ട നായ്ക്കളെ ദത്തെടുക്കാൻ ഞാൻ എൻ്റെ ദേശവാസികളോടും നമ്മുടെ സുരക്ഷാ സേനകളോടും അഭ്യർത്ഥിച്ചിരുന്നു. കാരണം അവ നമ്മുടെ പരിസ്ഥിതിക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് കൂടുതൽ എളുപ്പത്തിൽ ഇണങ്ങിച്ചേരുന്നു. നമ്മുടെ സുരക്ഷാ ഏജൻസികൾ ഈ ദിശയിൽ വളരെ പ്രശംസനീയമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. BSFും CRPFും അവരുടെ
സേനാവിഭാഗങ്ങളിൽ ഭാരതീയ ഇനത്തിൽപ്പെട്ട നായ്ക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നായ്ക്കളുടെ പരിശീലനത്തിനായുള്ള BSFന്റെ നാഷണൽ ട്രെയിനിംഗ് സെന്റർ ഗ്വാളിയോറിലെ ടേക്കൻ പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഉത്തർപ്രദേശിലെ രാംപൂർ ഹൗണ്ട്, കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും മുധോൾ ഹൗണ്ട് എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഈ സെന്ററിൽ പരിശീലകർ ടെക്നോളജിയുടെയും ഇന്നോവേഷന്റെയും സഹായത്തോടെ നായ്ക്കളെ മികച്ച രീതിയിൽ പരിശീലിപ്പിക്കുന്നു. ഭാരതീയ ഇനത്തിൽപ്പെട്ട നായ്ക്കൾക്ക് വേണ്ടിയുള്ള ട്രെയിനിംഗ് മാനുവൽസ് വീണ്ടും എഴുതിയിട്ടുണ്ട്. അതുവഴി അവയുടെ സവിശേഷമായ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ബംഗളൂരുവിലെ CRPFന്റെ ഡോഗ് ബ്രീഡിംഗ് ആൻഡ് ട്രെയിനിംഗ് സ്കൂളിൽ മോംഗ്രൽസ്, മുധോൾ ഹൗണ്ട്, കോംബൈ, പാണ്ടിക്കോണ തുടങ്ങിയ ഭാരതീയ നായ്ക്കളെ പരിശീലിപ്പിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ വർഷം ലക്നൌവിൽ ഓൾ ഇന്ത്യ പോലീസ് ഡ്യൂട്ടി മീറ്റ് സംഘടിപ്പിച്ചിരുന്നു. അന്ന് റിയ എന്നു പേരുള്ള ഒരു നായ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഇത് BSF പരിശീലിപ്പിച്ച ഒരു മുധോൾ ഹൗണ്ടാണ്. റിയ അവിടെ പല ഫോറിൻ ബ്രീഡ്സിനെയും പിന്തള്ളി ഒന്നാം സമ്മാനം നേടി. സുഹൃത്തുക്കളെ, ഇപ്പോൾ BSF അവരുടെ നായ്ക്കൾക്ക് വിദേശ പേരുകൾക്ക് പകരം ഭാരതീയ പേരുകൾ നൽകുന്ന രീതി ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ നാടൻ നായ്ക്കൾ അത്ഭുതകരമായ ധൈര്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ബാധിത പ്രദേശത്ത് പട്രോളിംഗിനിടെ CRPFന്റെ ഒരു നാടൻ നായ 8 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. BSFും CRPFും ഈ ദിശയിൽ നടത്തിയ ശ്രമങ്ങൾക്ക് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. എന്തായാലും ഞാൻ ഒക്ടോബർ 31-നായും കാത്തിരിക്കുകയാണ്. അന്ന് ഉരുക്കു മനുഷ്യൻ സർദാർ പട്ടേലിന്റെ ജന്മദിനമാണ്. ഈ അവസരത്തിൽ എല്ലാ വർഷവും ഗുജറാത്തിലെ ഏകതാ നഗറിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റിക്ക് സമീപം പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇവിടെ തന്നെയാണ് ഏകതാ ദിവസ് പരേഡും നടക്കുന്നത്. ഈ പരേഡിൽ വീണ്ടും ഭാരതീയ നായ്ക്കളുടെ കഴിവുകൾ പ്രകടമാകും. ഇത് കാണാനുള്ള അവസരം നിങ്ങളും ഉപയോഗിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, സർദാർ പട്ടേൽ ജിയുടെ 150-ാം ജന്മദിനം രാജ്യത്തിനാകെ വളരെ സവിശേഷമായ ഒരു സന്ദർഭമാണ്. സർദാർ പട്ടേൽ ആധുനിക കാലഘട്ടത്തിലെ രാഷ്ട്രം കണ്ട ഏറ്റവും വലിയ മഹത് വ്യക്തികളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മഹത്തായ വ്യക്തിത്വത്തിൽ ഒരേ സമയം നിരവധി ഗുണങ്ങൾ അടങ്ങിയിരുന്നു. അദ്ദേഹം അങ്ങേയറ്റം കഴിവുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം ഭാരതത്തിലും ബ്രിട്ടനിലുമായി പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അദ്ദേഹം തൻ്റെ കാലത്തെ ഏറ്റവും മികച്ച അഭിഭാഷകരിൽ ഒരാൾ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് അഭിഭാഷക വൃത്തിയിൽ ഇനിയും പേരെടുക്കാമായിരുന്നു. പക്ഷേ ഗാന്ധിജിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിനായി പൂർണ്ണമായും സ്വയം സമർപ്പിച്ചു. ഖേഡ സത്യാഗ്രഹം മുതൽ ബോർസത് സത്യാഗ്രഹം വരെയുള്ള നിരവധി പ്രസ്ഥാനങ്ങളിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയുടെ തലവനെന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഭരണകാലവും ഐതിഹാസികമായിരുന്നു. അദ്ദേഹം ശുചിത്വത്തിനും സദ്ഭരണത്തിനും ഏറ്റവും ഉയർന്ന മുൻഗണന നൽകി. ഉപപ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നീ നിലകളിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് നമ്മളെല്ലാവരും എപ്പോഴും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കും. സുഹൃത്തുക്കളെ, സർദാർ പട്ടേൽ ഭാരതത്തിൻ്റെ ബ്യൂറോക്രാറ്റിക് ഫ്രെയിംവർക്കിന് ശക്തമായ അടിത്തറയിട്ടു. രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമായി അദ്ദേഹം അതുല്യമായ ശ്രമങ്ങൾ നടത്തി. എനിക്ക് നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഒക്ടോബർ 31-ന് സർദാർ സാഹിബിൻ്റെ ജയന്തി ദിനത്തിൽ രാജ്യമെമ്പാടും നടക്കുന്ന റൺ ഫോർ യൂണിറ്റിയിൽ നിങ്ങളും തീർച്ചയായും പങ്കെടുക്കണം. ഒറ്റയ്ക്കല്ല, എല്ലാവരെയും ഒപ്പം കൂട്ടിക്കൊണ്ട് പങ്കെടുക്കണം. ഒരു തരത്തിൽ യുവ അവബോധത്തിൻ്റെ സന്ദർഭമായി ഇത് മാറണം. ഐക്യത്തിനായുള്ള ഈ ഓട്ടം ഐക്യത്തെ ശക്തിപ്പെടുത്തും. ഭാരതത്തെ ഐക്യത്തിൻ്റെ ചരടിൽ കോർത്തെടുത്ത ആ മഹത് വ്യക്തിത്വത്തിനായുള്ള നമ്മുടെ യഥാർത്ഥ ശ്രദ്ധാഞ്ജലിയാണിത്. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ചായയുമായുള്ള എൻ്റെ ബന്ധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ ഇന്ന് മൻ കി ബാത്തിൽ എന്തുകൊണ്ട് കാപ്പിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ വർഷം
നമ്മൾ മൻ കി ബാത്തിൽ അറക്കു കോഫിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് ഒഡീഷയിലെ നിരവധി ആളുകൾ കോരാപുട്ട് കോഫിയെക്കുറിച്ചുള്ള അവരുടെ വികാരങ്ങൾ എന്നോട് പങ്കുവച്ചിരുന്നു. മൻ കി ബാത്തിൽ കോരാപുട്ട് കോഫിയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അവർ എനിക്ക് കത്തെഴുതിയിരുന്നു. സുഹൃത്തുക്കളെ, കോരാപുട്ട് കോഫിയുടെ രുചി ഗംഭീരമാണെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, രുചി ഒരു വശത്ത്, മറുവശത്ത് കാപ്പി കൃഷി ആളുകൾക്ക് പ്രയോജനകരവുമാണ്. കോരാപുട്ടിൽ തങ്ങളുടെ പാഷൻ കാരണം കാപ്പി കൃഷി ചെയ്യുന്ന ചിലരുണ്ട്. അവർ കോർപ്പറേറ്റ് വേൾഡിൽ നല്ല ജോലി ചെയ്തിരുന്നവരായിരുന്നു. എന്നാൽ കാപ്പിയോടുള്ള ഇഷ്ടം കാരണം അവർ ഈ ഫീൽഡിലേക്ക് വരികയും ഇപ്പോൾ വിജയകരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കാപ്പി കാരണം ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ വന്ന നിരവധി സ്ത്രീകളുമുണ്ട്. കാപ്പിയിലൂടെ അവർക്ക് ആദരവും സമൃദ്ധിയും ലഭിച്ചു. ഇങ്ങനെ പറയുന്നതാണ് ശരി. കോരാപുട്ട് കോഫി അത്യന്ത സുസ്വാദു, ഏഹാ ഒഡീഷാറ ഗൗരവ്. സുഹൃത്തുക്കളെ, ലോകമെമ്പാടും ഇന്ത്യയുടെ കാപ്പിക്ക് വലിയ പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടകയിലെ ചിക്മംഗ്ലൂരും കൂർഗും ഹസനുമാകട്ടെ, തമിഴ്നാട്ടിലെ പുൾണിയും ഷെവ്രോയും, നീലഗിരിയും ആനമലയും, കർണാടക തമിഴ്നാട് അതിർത്തിയിലെ ബലിഗിരി പ്രദേശവും, അല്ലെങ്കിൽ കേരളത്തിലെ വയനാടും തിരുവിതാംകൂറും മലബാർ പ്രദേശങ്ങളും ഇന്ത്യൻ കാപ്പിയുടെ ഈ വൈവിധ്യം എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ നോർത്ത് ഈസ്റ്റും കോഫി കൾട്ടിവേഷനിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് ലോകമെമ്പാടും ഇന്ത്യൻ കാപ്പിയുടെ ഖ്യാതി കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. അതുകൊണ്ടാണല്ലോ കാപ്പി ഇഷ്ടപ്പെടുന്നവർ പറയുന്നത്, ഇന്ത്യസ് കോഫി ഈസ് കോഫി അറ്റ് ഇറ്റ്സ് ഫൈനസ്റ്റ്. ഇറ്റ് ഈസ് ബ്രൂഡ് ഇൻ ഇന്ത്യ ആൻഡ് ലവ്ഡ് ബൈ ദ വേൾഡ്. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഇനി മൻ കി ബാത്തിൽ നമ്മുടെ എല്ലാം ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആ വിഷയം നമ്മുടെ ദേശീയ ഗീതത്തെക്കുറിച്ചാണ്. ഭാരതത്തിൻ്റെ ദേശീയ ഗീതമായ വന്ദേ മാതരം. അതിൻ്റെ ആദ്യത്തെ വാക്കുതന്നെ നമ്മുടെ ഹൃദയത്തിൽ വികാരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിക്കുന്നു. വന്ദേ മാതരം. ആ ഒരു വാക്കിൽ എത്രയെത്ര ഭാവങ്ങളും ഊർജങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത്. വളരെ സ്വാഭാവികമായി ഇത് ഭാരതാംബയുടെ വാത്സല്യം നമ്മെ അനുഭവിപ്പിക്കുന്നു. ഭാരതാംബയുടെ മക്കൾ എന്ന നിലയിൽ നമ്മുടെ കടമകളെക്കുറിച്ച് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രയാസകരമായ സമയങ്ങളിൽ വന്ദേ മാതരം എന്ന ആഹ്വാനം 140 കോടി ഭാരതീയരെ ഐക്യത്തിൻ്റെ ഊർജം കൊണ്ട് നിറയ്ക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യസ്നേഹം, ഭാരതാംബയോടുള്ള സ്നേഹം, അത് വാക്കുകൾക്ക് അതീതമായ ഒരു വികാരമാണെങ്കിൽ ആ അമൂർത്ത വികാരത്തിന് മൂർത്തമായ സ്വരം നൽകുന്ന ഗീതമാണ് വന്ദേ മാതരം. നൂറ്റാണ്ടുകളുടെ അടിമത്തത്താൽ തളർന്നുപോയ ഭാരതത്തിൽ പുതിയ പ്രാണൻ പകരാനാണ് ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ ജി ഇത് രചിച്ചത്. വന്ദേ മാതരം 19-ാം നൂറ്റാണ്ടിലാണ് എഴുതിയതെങ്കിലും അതിൻ്റെ ഭാവം ഭാരതത്തിൻ്റെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള അമരമായ ചേതനയുമായി ബന്ധപ്പെട്ടിരുന്നു. വേദങ്ങൾ ഏതു ഭാവത്തെയാണോ, മാതാ ഭൂമി പുത്രോ അഹം പൃഥിവ്യാഹ എന്ന് ഉയർത്തിക്കാട്ടിയാണ് ഭാരതീയ സംസ്കാരത്തിന് അടിത്തറയിട്ടത്. അതുപോലെ ബങ്കിം ചന്ദ്രജി വന്ദേ മാതരം എഴുതി മാതൃഭൂമിയും അതിൻ്റെ സന്താനങ്ങളും തമ്മിലുള്ള അതേ ബന്ധത്തെ ഒരു ഭാവലോകത്തിൽ ഒരു മന്ത്രമായി ബന്ധിപ്പിച്ചു. സുഹൃത്തുക്കളെ, ഞാൻ പെട്ടെന്ന് എന്തിനാണ് വന്ദേ മാതരത്തെക്കുറിച്ച് ഇത്രയധികം സംസാരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. വാസ്തവത്തിൽ കുറച്ച് ദിവസങ്ങൾക്കു ശേഷം നവംബർ 7-ന് നമ്മൾ വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികാഘോഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. 150 വർഷം മുൻപാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടത്. 1896-ൽ ഗുരുദേവ്
രവീന്ദ്രനാഥ ടാഗോർ ആദ്യമായി ഇത് ആലപിച്ചു. സുഹൃത്തുക്കളെ, വന്ദേ മാതരം ആലപിക്കുമ്പോൾ കോടിക്കണക്കിന് ദേശവാസികൾ എപ്പോഴും രാജ്യസ്നേഹത്തിൻ്റെ അതിരുകളില്ലാത്ത പ്രവാഹം അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ തലമുറകൾ വന്ദേ മാതരത്തിൻ്റെ വരികളിലൂടെ ഭാരതത്തിൻ്റെ സജീവവും മനോഹരവുമായ രൂപം ദർശിച്ചിട്ടുണ്ട്. സുജലാം സുഫലാം മലയജ ശീതലാം സസ്യശ്യാമലാം മാതരം വന്ദേ മാതരം. അങ്ങനെയുള്ള ഒരു ഭാരതമാണ് നമുക്ക് കെട്ടിപ്പടുക്കേണ്ടത്. വന്ദേ മാതരം നമ്മുടെ ഈ ഉദ്യമങ്ങൾക്ക് എപ്പോഴും പ്രചോദനമാകും. അതുകൊണ്ട് വന്ദേ മാതരത്തിൻ്റെ 150ാം വാർഷികം നമുക്ക് അവിസ്മരണീയമാക്കണം. വരും തലമുറയ്ക്കായി ഈ സംസ്കാരത്തിൻ്റെ പ്രവാഹം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. വരും ദിവസങ്ങളിൽ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികളും രാജ്യത്ത് പല ആഘോഷങ്ങളും ഉണ്ടാകും. വന്ദേ മാതരത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കാൻ എല്ലാ ദേശവാസികളും സ്വമേധയാ മുന്നോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ #വന്ദേ മാതരം 180 എന്ന രീതിയിൽ എനിക്ക് തീർച്ചയായും അയച്ചു തരിക. വന്ദേ മാതരം 150. നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കായി ഞാൻ കാത്തിരിക്കും. ഈ അവസരം ചരിത്രപരമാക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, സംസ്കൃതം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ ധർമ്മഗ്രന്ഥങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ശാസ്ത്രങ്ങൾ, പുരാതന ജ്ഞാന വിജ്ഞാനം, ആധ്യാത്മികത, ദർശനങ്ങൾ എന്നിവയാണ്. എന്നാൽ ഒരു കാലത്ത് ഇവയ്ക്കെല്ലാം പുറമെ സംസ്കൃതം സംസാരഭാഷ കൂടിയായിരുന്നു. ആ കാലഘട്ടത്തിൽ പഠനവും ഗവേഷണവും സംസ്കൃതത്തിലായിരുന്നു നടത്തിയിരുന്നത്. നാടകാവിഷ്കാരങ്ങളും സംസ്കൃതത്തിലായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിലും സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷവും സംസ്കൃതം തുടർച്ചയായി അവഗണിക്കപ്പെട്ടു. ഇത് കാരണം യുവതലമുറയിൽ സംസ്കൃതത്തോടുള്ള ആകർഷണവും കുറഞ്ഞു വന്നു. എന്നാൽ സുഹൃത്തുക്കളെ, ഇപ്പോൾ കാലം മാറുകയാണ്. അതുകൊണ്ട് സംസ്കൃതത്തിൻ്റെ കാലവും മാറുകയാണ്. സംസ്കാരവും സോഷ്യൽ മീഡിയയുടെ ലോകവും സംസ്കൃതത്തിന് പുതിയൊരു ജീവശ്വാസം നൽകിയിരിക്കുന്നു. ഈയിടെയായി നിരവധി യുവാക്കൾ സംസ്കൃതവുമായി ബന്ധപ്പെട്ട് വളരെ രസകരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ നിരവധി യുവാക്കൾ സംസ്കൃതത്തിലും സംസ്കൃതത്തെക്കുറിച്ചും സംസാരിക്കുന്ന ധാരാളം റീൽസ് കാണാൻ സാധിക്കും. പലരും അവരുടെ സോഷ്യൽ മീഡിയ ചാനൽ വഴി സംസ്കൃതം പഠിപ്പിക്കുന്നുമുണ്ട്. അത്തരത്തിലുള്ള ഒരു യുവ കോണ്ടന്റ് ക്രിയേറ്റർ ആണ് യശ് സാലുൻകെ. യശിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അദ്ദേഹം ഒരു കോണ്ടന്റ് ക്രിയേറ്ററും ഒരു ക്രിക്കറ്ററും കൂടിയാണ്. സംസ്കൃതത്തിൽ സംസാരിച്ചുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന അദ്ദേഹത്തിൻ്റെ റീൽ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. पश्यतु अहं कथं क्रीडामि। देवराज सेव्यमान पावनाग्रि पङ्कजं ज्ञानयज्ञसूत्रमिन्दुशेखरं कृपाकरम्। प्रातः नूतनं कन्दुकं गृह्णातु। नारदादियोगिवृन्दवन्दितं दिगम्बरम्। इमं कन्दुकं सावधानेन पश्य चषटकाय ताडय। आशिकापुराधिनाथ कालभैरवं भजे कालभैरवं भजे. സുഹൃത്തുക്കളെ, കമല ജാഹ്നവി എന്നീ 2 സഹോദരിമാരുടെ പ്രവർത്തനവും മികച്ചതാണ്. ഈ 2 സഹോദരിമാരും ആധ്യാത്മികത, ദർശനം, സംഗീതം എന്നിവയെക്കുറിച്ച് കോണ്ടന്റ് ഉണ്ടാക്കുന്നു. സംസ്കൃത ഛാത്രോഹം എന്ന പേരിൽ ഇൻസ്റ്റഗ്രാമിൽ മറ്റൊരു യുവാവിൻ്റെ ചാനലുണ്ട്. ഈ ചാനൽ നടത്തുന്ന യുവ സുഹൃത്ത് സംസ്കൃതവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനൊപ്പം സംസ്കൃതത്തിൽ തമാശ വീഡിയോകൾ ഉണ്ടാക്കുന്നു. യുവാക്കൾക്ക് സംസ്കൃതത്തിലുള്ള ഈ വീഡിയോകൾ വളരെ ഇഷ്ടമാണ്. നിങ്ങളിൽ പലരും സമസ്തിയുടെ വീഡിയോകളും കണ്ടിട്ടുണ്ടാകും.
സമസ്തി സംസ്കൃതത്തിൽ തൻ്റെ ഗാനങ്ങൾ പല രീതിയിൽ അവതരിപ്പിക്കുന്നു. മറ്റൊരു യുവാവാണ് ഭാവേഷ് ഭീംനാഥനി. ഭാവേഷ് സംസ്കൃത ശ്ലോകങ്ങൾ, ആധ്യാത്മിക ദർശനങ്ങൾ, സിദ്ധാന്തങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു. സുഹൃത്തുക്കളെ, ഏതൊരു സംസ്കാരത്തിൻ്റെയും മൂല്യങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും വാഹകയാണ് ഭാഷ. സംസ്കൃതം ഈ കർത്തവ്യം ആയിരക്കണക്കിന് വർഷങ്ങളായി നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംസ്കൃതത്തിനു വേണ്ടിയും ചില യുവാക്കൾ തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുന്നുണ്ട് എന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, ഇനി ഞാൻ നിങ്ങളെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോകാം. 20-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭ കാലഘട്ടം നിങ്ങൾ സങ്കല്പിക്കുക. അന്ന് എങ്ങും സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതീക്ഷയും കാണാനില്ലായിരുന്നു. ഭാരതത്തിലുടനീളം ബ്രിട്ടീഷുകാർ ചൂഷണത്തിൻ്റെ എല്ലാ അതിരുകളും ലംഘിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ഹൈദരാബാദിലെ ദേശസ്നേഹികൾക്ക് അടിച്ചമർത്തലിൻ്റെ കാലഘട്ടം കൂടുതൽ ഭയാനകമായിരുന്നു. നിർദയനും ക്രൂരനുമായ നൈസാമിൻ്റെ അതിക്രമങ്ങൾ സഹിക്കാൻ അവർ നിർബന്ധിതരായിരുന്നു. പാവപ്പെട്ടവരും പിന്നോക്കക്കാരും ആദിവാസി സമൂഹങ്ങളും നേരിട്ട അതിക്രമങ്ങൾക്ക് ഒരു പരിധിയുമില്ലായിരുന്നു. അവരുടെ ഭൂമി പിടിച്ചെടുത്തിരുന്നു. അതോടൊപ്പം വലിയ നികുതിയും ചുമത്തിയിരുന്നു. ഈ അനീതിയെ അവർ എതിർത്താൽ അവരുടെ കൈകൾ പോലും വെട്ടിമാറ്റുമായിരുന്നു. സുഹൃത്തുക്കളെ, അത്തരം പ്രയാസകരമായ ഒരു സമയത്ത് ഏകദേശം 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ അനീതിക്കെതിരെ നിലകൊണ്ടു. ഇന്ന് ഒരു പ്രത്യേക കാരണത്താൽ ഞാൻ ആ ചെറുപ്പക്കാരനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിന് മുൻപ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീരതയെക്കുറിച്ച് നിങ്ങളോട് പറയാം. സുഹൃത്തുക്കളെ, നൈസാമിനെതിരെ എന്തെങ്കിലും മിണ്ടുന്നത് പോലും കുറ്റമായിരുന്ന ആ കാലഘട്ടത്തിൽ ആ ചെറുപ്പക്കാരൻ സിദ്ദിഖി എന്നു പേരുള്ള നൈസാമിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ പരസ്യമായി വെല്ലുവിളിച്ചു. കർഷകരുടെ വിളകൾ പിടിച്ചെടുക്കാനാണ് നൈസാം സിദ്ദിഖി അയച്ചിരുന്നത്. എന്നാൽ അതിക്രമത്തിനെതിരായ ഈ പോരാട്ടത്തിൽ ആ ചെറുപ്പക്കാരൻ സിദ്ദിഖിയെ വധിച്ചു. അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. നൈസാമിൻ്റെ ക്രൂരന്മാരായ പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെട്ട ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ആസാമിലെത്തി. സുഹൃത്തുക്കളെ, ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ആ മഹത് വ്യക്തിയുടെ പേര് കോമ്രം ഭീം എന്നാണ്. കഴിഞ്ഞ ഒക്ടോബർ 22-ന് അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികം ആചരിക്കുകയുണ്ടായി. കോമ്രം ഭീമിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. അദ്ദേഹം കേവലം 40 വർഷം മാത്രമാണ് ജീവിച്ചത്. എന്നാൽ തൻ്റെ ജീവിതകാലത്തിനുള്ളിൽ അദ്ദേഹം എണ്ണമറ്റ ആളുകളുടെ, വിശേഷിച്ച് ആദിവാസി സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു. നൈസാമിനെതിരെ പോരാടുന്ന ജനങ്ങൾക്ക് അദ്ദേഹം പുതിയ ഊർജം പകർന്നു നൽകി. അദ്ദേഹം തൻ്റെ തന്ത്രപരമായ കഴിവുകൾക്കും പേരുകേട്ടവനായിരുന്നു. നൈസാമിൻ്റെ ഭരണത്തിന് അദ്ദേഹം ഒരു വലിയ വെല്ലുവിളിയായി മാറി. 1940-ൽ നൈസാമിൻ്റെ ആളുകൾ അദ്ദേഹത്തെ വധിച്ചു. യുവാക്കൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായി അറിയാൻ ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. कोमरम भीम की ना विनम्र निवाली आयन प्रजल हृदयाల్లో എപ്പട്ടിക്ക് നിലിച്ചു ఉంటారు. സുഹൃത്തുക്കളെ, അടുത്ത മാസം 15-ാം തീയതി നമ്മൾ ഗോത്രവർഗ ഗൗരവ ദിനം ആചരിക്കും. ഇത് ഭഗവാൻ ബിർസ മുണ്ടയുടെ ജന്മവാർഷികത്തിൻ്റെ പുണ്യവേളയാണ്. ഞാൻ ഭഗവാൻ ബിർസ മുണ്ടയെ ആദരപൂർവ്വം നമിക്കുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും ആദിവാസി സമൂഹത്തിൻ്റെ അവകാശങ്ങൾക്കും വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ അതുല്യമാണ്. ജാർഖണ്ഡിലുള്ള ഭഗവാൻ ബിർസ മുണ്ടയുടെ ഗ്രാമമായ ഉലിഹദ് സന്ദർശിക്കാൻ എനിക്ക് അവസരം ലഭിച്ചത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അന്ന് ഞാൻ അവിടുത്തെ മണ്ണിനെ നെറ്റിയിലണിഞ്ഞ് പ്രണമിച്ചിരുന്നു. ഭഗവാൻ ബിർസ മുണ്ടയെയും കോമ്രം ഭീമിനെയും പോലെ നമ്മുടെ ആദിവാസി സമൂഹങ്ങളിലും മറ്റ് പല മഹത് വ്യക്തികളും ഉണ്ടായിട്ടുണ്ട്. അവരെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ,
മൻ കി ബാത്തിനായി നിങ്ങൾ അയച്ച് ധാരാളം സന്ദേശങ്ങൾ എനിക്ക് ലഭിക്കാറുണ്ട്. പലരും ഈ സന്ദേശങ്ങളിൽ തങ്ങളുടെ ചുറ്റുമുള്ള പ്രതിഭാശാലികളെക്കുറിച്ച് പറയാറുണ്ട്. നമ്മുടെ ചെറിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഇന്നോവേറ്റീവ് ഐഡിയാസിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സേവന മനോഭാവത്തോടെ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രയത്നിക്കുന്ന വ്യക്തികളെയോ സംഘങ്ങളെയോ നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും എന്നെ അറിയിക്കുക. എന്നത്തെയും പോലെ ഞാൻ നിങ്ങളുടെ സന്ദേശങ്ങൾക്കായി കാത്തിരിക്കും. അടുത്ത മാസം മൻ കി ബാത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. ചില പുതിയ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഞാൻ വിടവാങ്ങുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.